ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചുമന്ന പുട്ടുണ്ടാക്കി നോക്കിയാലോ. അതും ചിരട്ടപ്പുട്ട്, മോഡേൺ ചിരട്ടപ്പുട്ടാണ്. മോഡേൺ എന്ന് പറയാൻ കാരണമുണ്ട്. അതായത് നമ്മൾ മുത്തശ്ശിമാരുടെ ഒക്കെ ഉണ്ടാക്കി തരുമ്പം ചെറിയ കുഞ്ഞു ചിരട്ട കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി വയ്ക്കും. നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ച് പുട്ടുപൊടി കലക്കി അതിലേക്ക് ചേർത്ത് ഒരു പാത്രത്തിൽ തുണി കെട്ടിയ ശേഷം, അതായത് വെള്ളം വെച്ച് തുണി കെട്ടിയ ശേഷം അതിൻ്റെ മേലെ ചിരട്ട പുട്ട് മിക്സ് ചെയ്തത് കമഴ്ത്തി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിരട്ടപ്പുട്ട് അറിയാം. ഇപ്പോഴത്തെ മോഡേൺ പാത്രം കണ്ടില്ലേ, എല്ലാം മാറി, കാലം മാറി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ചെമ്പാ പുട്ടുപൊടി, വേറെ ഒന്നുമല്ല, നമ്മുടെ ചുമന്ന മട്ടരിയുടെ പൊടി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മോഡേൺ ചിരട്ടപ്പുട്ടിലേക്ക് ഉണ്ടാക്കാനായിട്ട് പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നു, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർക്കുന്നു, അതിൻ്റെ മേലേക്ക് തേങ്ങ ചേർക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നതാണ് വേറൊരു മോഡേൺ രീതി. കുക്കറിലാണ് സംഭവം, എളുപ്പമാണ്. കുക്കർ വയ്ക്കുന്നു, കുക്കറിന് വിസിലിടുന്ന സ്ഥലത്ത് നമ്മൾ പുട്ട് വയ്ക്കുന്നു. ചിരട്ട, നമ്മുടെ പുതിയ സ്റ്റീൽ ചിരട്ടപ്പുട്ട്. 2-3 മിനിറ്റ്, അതിൽ കൂടുതലാവില്ല. കുക്കറാണ്, വേഗം ഗ്യാസ് എന്നറിയും, പെട്ടെന്ന് ആവി വരും. അങ്ങനെ പുട്ട് പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളതിനെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കമഴ്ത്തി എടുക്കുന്നു. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട്, മോഡേൺ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ് കളർ ചിരട്ടപ്പുട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കൂ, നല്ല ടേസ്റ്റാണ്. കടലക്കറിയുടെ കൂടെ കഴിക്കാനാണ് സൂപ്പറായിട്ടുണ്ട്. ഞാൻ കടലക്കറി നേരത്തെ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിരട്ടപ്പുട്ട്, ചിരട്ടയുണ്ടെങ്കിൽ ചിരട്ട കൊണ്ടുണ്ടാക്കൂ. താങ്ക് യു.